ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. ദേശീയപാത അധികൃതരുടെ നിലപാടിനെതിരെ സമരം പ്രഖ്യാപിച്ച് സ്വകാര്യ ബസ് ഉടമകൾ. കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ നടാലിൽ OKUP സ്കൂൾ സമീപം അടിപ്പാത വേണമെന്നുള്ള ആവശ്യം പെട്ടെന്നുയർന്നതല്ല. എന്നാൽ അധികൃതർ ഇതുവരെ അത് ഗൗനിച്ചിട്ടില്ല. അടിപ്പാത അനുവദിക്കാതെ അധികൃതരുടെ നിലപാട് പ്രതിഷേധിച്ച് വ്യാഴാഴ്ച മുതൽ കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നാണ് ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ജില്ലയിലെ മുഴുവൻ ബസ്സുകളും സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ഒരു ദിവസം സർവീസ് നിർത്തിവെക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. OKUP സ്കൂളിന് സമീപം അണ്ടർപാസ് ഇല്ലാത്തതുകൊണ്ട് അതുവഴി തലശ്ശേരിയിലേക്ക് പോകുന്ന 60ഓളം ബസ്സുകൾ ചാല അമ്പലം വരെ 7 കിലോമീറ്റർ അധികം ദൂരം സഞ്ചരിക്കേണ്ടി വരികയാണ്. അണ്ടർപാസ് നിർമ്മിച്ച് പരിഹാരമുണ്ടാക്കാൻ 2 വർഷം മുന്നേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ദേശീയപാത അധികൃതർ, ജില്ലയിലെ MP മാർ, മന്ത്രിമാർ, MLA മാർ, മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയതാണ്. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല എന്നു മാത്രം. ഇതിനൊരു പരിഹാരം നമ്മൾ ഉണ്ടാക്കി തരും. ഒന്നിക്ക് അടുത്ത ഉർപ്പശിക്കാവിന് അണ്ടർപാസ് നമ്മൾ മാറ്റിപ്പണിത് തരും, അല്ലെങ്കിൽ OKUP സ്കൂളിൻ്റെ അടുത്ത് പുതിയ അണ്ടർപാസ് നിർമ്മിക്കുമെന്ന് ഞങ്ങൾക്കല്ല, ബഹുമാനപ്പെട്ട മന്ത്രി, അതുപോലെ കളക്ടർ, ADM, SP, RTO, മറ്റ് ജനപ്രതിനിധികളെല്ലാം അടങ്ങിയ കളക്ടറിലെ ചർച്ചയിലാണ് അവർ ഇതിനൊരു പരിഹാരം നമ്മൾ എത്ര ഉണ്ടാക്കുമെന്ന് പറയുകയും ആ പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപാട് അവരോട് അന്വേഷിക്കുന്ന സമയത്ത് അത് തൽക്കാലം നടക്കില്ല എന്ന് പറയും. വീണ്ടും ഞങ്ങളൊരു അനിശ്ചിതകാല സമരം, ഞങ്ങൾ ഇതിപ്പോൾ 2.5 കൊല്ലത്ത് കൊണ്ട് 2-3 സമരങ്ങൾ നടത്തി, സൂചനാ സമരങ്ങൾ നടത്തി, കുറേ ധർണകൾ നടത്തി, ജനപ്രതിനിധികൾ മറ്റുള്ള എല്ലാവരും ഉള്ള ഒരു ചർച്ചയിൽ അവർ നമുക്ക് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ ലാസ്റ്റിൽ എന്ത് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും അതുപോലെ ചെയ്യാമെന്ന് അവർ ഏൽക്കുകയും പിന്നീട് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിൽ നമ്മളിപ്പം ഒരു സമരമുഖത്തായില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 28-ാം തീയതി ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ അനിശ്ചിതകാല സമരവും അനുഭാവ സൂചകമായി ജില്ലയിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അന്ന് മന്ത്രിക്ക് അസൗകര്യമില്ലാത്തതുകൊണ്ട് ആ 24-ാം തീയതിത്തെ ചർച്ച നടന്നില്ല. അപ്പോൾ പിന്നീട് ചർച്ചക്കോ മറ്റുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ട അധികൃതരോ ഞങ്ങളെ വിളിച്ചില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് നിർത്തിവെക്കൽ സമരം അത് ജനങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നത്, അതുപോലെ നമുക്കും വളരെ സാമ്പത്തികമായി വളരെ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷെ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞങ്ങൾ ഈ വരുന്ന 5-ാം തീയതി മുതൽ അതുവഴി ഓടുന്ന ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തി വെക്കുവാനും അതേപോലെ തന്നെ അനുഭാവ സൂചകമായിട്ട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസം സർവീസ് നിർത്തി വെക്കാനാണ് തീരുമാനിച്ചത്. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത്, PK പവിത്രൻ, TM സുധാകരൻ, K വിജയൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.